നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് ഫ്രണ്ട് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അബു ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം ഫെയർ സെപ്റ്റംബർ 6 മുതൽ 14 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ മുനിസിപ്പൽ മൈതാനിയിൽ നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണത്തിന് 2 ആഴ്ച മാത്രം. ഉപ്പേരി വില കുതിക്കുന്നു. ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം സ്പെഷ്യൽ 40 ഇന വിഭവങ്ങളുമായി സുലഭ ടേസ്റ്റി ബൈറ്റ്സിന്റെ ലോഞ്ചിങ് സുലഭ ഡയറക്ടർ ബോർഡ് മെമ്പർ കുഞ്ഞുമോൻ മാടപ്പാട്ട് നിർവഹിച്ചു. തകർപ്പൻ ഓണം ഓഫറുകളുമായി ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ അതിവിപുല ശേഖരവുമായി ആദംസ് ജെ മാർട്ട് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള യൂത്ത് ഫ്രണ്ട് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നടത്തി. കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അബു ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് സ്മിനു പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചനും തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും ചേർന്ന് പുതിയതായി യൂത്ത് ഫ്രണ്ടിലേക്ക് കടന്നു വന്ന യുവാക്കളെ അംഗത്വം നൽകി സ്വീകരിച്ചു. സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള യുവജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ഇന്ന് സമൂഹം യുവജനങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അബു ജോൺ ജോസഫ് കേരള യൂത്ത് ഫ്രണ്ട് കരിങ്കുന്നം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം കൂടിയായ അദ്ദേഹം. പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം, അത് മാത്രമല്ല കേരള കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകാരവും ചിഹ്നവും എല്ലാം നേടിത്തന്ന കോട്ടയത്തെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഇന്നിവിടെ തൊടുപുഴയിൽ കേരള കോൺഗ്രസ് പാർട്ടിയോട് എന്നും യോജിച്ച് നിന്നിട്ടുള്ള കരിങ്കുന്നം മണ്ഡലത്തിൽ യൂത്ത് ഫ്രണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിന് പുനഃസംഘടനയ്ക്ക് വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സ്മിനു പുളിക്കൽ, ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നൽകുന്ന വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പാർട്ടി ഉന്നതാധികാര സമിതി അംഗവുമായ പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ഇന്നിവിടെ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റും പാർട്ടിയെ കാലങ്ങളായി തൊടുപുഴയിൽ ശക്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ എല്ലാ കാര്യങ്ങളിലും, പാർട്ടിയുടെ കേസുകളിലാണെങ്കിലും പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിലാണെങ്കിലും മറ്റാരും വെളിയിൽ കാര്യമായിട്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ, ശ്രീ ജോസിയും ജോസഫ് ജോണും ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും മതിവരാത്തതാണ്. ശ്രീ ജോസി ജോസഫ്, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ M മോനിച്ചൻ, പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ ഇടുക്കി ജില്ലാ ഓഫീസർ സെക്രട്ടറി ശ്രീ ജെയ്സ് ജോൺ, പാർട്ടിയുടെ കരിങ്കുന്നം നേതാക്കന്മാരായ ശ്രീ ജോജി.
യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് സ്മിനു പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചനും തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബും ചേർന്ന പുതിയതായി യൂത്ത് ഫ്രണ്ടിലേക്ക് കടന്നുവന്ന യുവാക്കളെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടാമ്പ്രം, യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ജെയ്സ് ജോൺ, യൂത്ത് ഫ്രണ്ട് തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി ഷിജോ മൂന്നുമാക്കൽ, കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബിച്ചൻ കൊച്ചുകരൂർ, തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി ജോസ് കാവാലം, യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് മനപ്പുറത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിൻഡു ഷിജോ മൂന്നുമാക്കൽ, മെമ്പർ സ്മിത സിറിയക്, ബാങ്ക് ബോർഡ് മെമ്പർ ഷാൻഡി പട്ടേരിപ്പറമ്പിൽ, യൂത്ത് ഫ്രണ്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബിൻ ചന്ദ്രപ്പിള്ളി, ജെൻസ് നിരപ്പേൽ, ജൂഡ് താഴത്തേട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനവും അധ്യാപകർക്ക് പുരസ്കാര വിതരണവും നടത്തി. PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി സ്വാഗതവും ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനം ആഘോഷിച്ചു. മാനേജർ ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരുടെ ദൗത്യം എന്ന് പറയുന്നത് ഭാവി തലമുറയെ വാർത്തെടുക്കുക, അറിവ് നൽകുക, അതോടൊപ്പം തന്നെ നല്ല മാതൃകയായിരിക്കുക, നല്ല മാതൃക നൽകി നല്ല ഉത്തമ പൗരന്മാരായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ. അവർ തങ്ങളുടെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. മാത്രമല്ല, നാട്ടുകാരിൽ നിന്ന് പോലും വളരെ ആദരവോടുകൂടിയാണ് ആളുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിന് കാരണം ഇവരുടെ മാന്യമായ മാതൃകാപരമായ ശിക്ഷണ രീതികളാണ് എന്നറിയാം. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനവും അധ്യാപകർക്ക് പുരസ്കാര വിതരണവും നടത്തി. സെപ്റ്റംബർ 5 തമിഴ്നാട്ടിൽ ജനിച്ച് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഒരു മാർക്ക് വരും. ഇനിയുള്ള പഠനത്തിന് ഭയങ്കര പുസ്തകം നോക്കുമ്പോൾ എല്ലാ ടീച്ചർ പറഞ്ഞ മാർക്കിട്ട് നോക്കി വരും. അതെനിക്ക് വലിയൊരു പ്രചോദനമായി. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഞാൻ ആ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇങ്ങനെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ആശങ്ക. എന്തായാലും ശരി, അത് ഏത് പ്രശ്വാസം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് 4 ഗേൾസിനും 3 ബോയ്സിനും. അതിൽ ആദ്യത്തെ പ്രസ്താവന അർഹരാക്കിയത് എന്റെ ടീച്ചറിന്റെ ആ സ്നേഹ അസരണമായ ഉപദേശമാണെന്ന് പ്രവീണികൾ സൂക്ഷിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ്. പിന്നീട് പീഡികയ്ക്ക് വരുമ്പോഴും ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയായി താമസിൽ ഫിസിക്സ് എടുത്ത് ഡോക്ടറാകുമ്പോഴും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജയിക്കാൻ പറ്റും. അത് എനിക്ക് ആ ടീച്ചർ തന്ന ഒരു വലിയ അനുഗ്രഹമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. രണ്ടാമത്തെ അനുഭവം എന്റെ ഇംഗ്ലീഷ് അധ്യാപകൻ ഹരിസാണ് ജനപ്രശംസാകരണ തീവ്രമായിരുന്ന അധ്യാപന സംഘടന നേതൃത്വത്തിലുള്ളയാണ്. ഞാനത് 96 നിയമസഭയിലേക്ക് ആദ്യം മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ 7ാം നിയമസഭാ മണ്ഡലത്തിലാണ്. അങ്ങനെ അവിടെ മത്സരിച്ച മടങ്ങി വീട്ടിൽ വരുന്നതെന്നും അങ്ങനെ അദ്ദേഹം പോയി. അപ്പോൾ സാധിക്കില്ലല്ലോ, എന്നാൽ ഫോണില്ല, മൊബൈലുമില്ല. എനിക്ക് അറിയാൻ മാർഗമില്ല. ആരോ പറഞ്ഞായിരുന്നു ഇല്ല വൈകുന്നേരം പറയാൻ സാധ്യതയുണ്ട്. ഈ അധ്യാപകരുടെ വീട് തൊട്ടടുത്തുള്ള കടയുടെ എന്നെ അന്വേഷിച്ച് കാത്തിരിക്കും. ഞാൻ രാത്രി 1 മണി 2 മണി സമയത്ത് ഓപ്പറേഷൻ മണിക്കും എന്നെ കൈകൂട്ടി വിളിച്ചു. സാറിന്റെ രാത്രിയിൽ നിങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ കാര്യം ഉപദേശം തരാമെന്ന് രാത്രി 2 മണി സമയം. ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സുബി ജോമോൻ, പ്രിൻസിപ്പൽ അവിര ജോസഫ്, സംസ്ഥാന സ്കൂൾ പാഠപുസ്തക സമിതി മെമ്പർ റോയ് ജെ കല്ലറങ്ങാട്ട്, സ്കൂൾ ചെയർമാൻ എർവിൻ എസ് കോടാമുള്ളിൽ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി സ്വാഗതവും ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ കൃതജ്ഞതയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം ഫെയർ സെപ്റ്റംബർ 6 മുതൽ 14 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെയറിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സപ്ലൈകോയുടെ ഇത്തവണത്തെ ഓണം ഫെയർ 2024 പ്രോഗ്രാം 2024 സെപ്റ്റംബർ 6 മുതൽ 14 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കൊല്ലം 2024 ഓണത്തോടനുബന്ധിച്ചുള്ള ജില്ലാ ഫെയർ നമ്മൾ തൊടുപുഴ താലൂക്കിലാണ് വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലാ ഫെയർ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. അത് നമ്മൾ ബസ് സ്റ്റാൻഡ് മൈതാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6/9/2024 മുതൽ 14/9 വരെയാണ് ഫെയർ ചെയ്യുന്നത്. ഫെയറിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള നോൺ മാവേലി സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദീപ് ഡിസ്കൗണ്ട് ഹവേഴ്സ് എന്ന് പറഞ്ഞ് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ അധിക ഓഫറുമായാണ് ഈ വർഷം സപ്ലൈകോ എത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ഹോർട്ടികോർപ്പിന്റെ ഒരു പച്ചക്കറി വിപണന മേളയും കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്ലൈകോയുടെ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ ഔട്ട്ലെറ്റുകളിലും നമ്മുടെ ഈ തൊടുപുഴ ഡിപ്പോയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ 13 ഇനം സബ്സിഡി സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി തിരഞ്ഞെടുക്കപ്പെട്ട ചില സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് ചെയ്യുന്നത്. അത് 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ്. താലൂക്ക് ഫെയറിന്റെ ടൈമിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ഈ വർഷം നമ്മൾ സപ്ലൈകോ നൽകിയിരിക്കുന്ന സേവനം എല്ലാവരും ഒരു അറിയിപ്പായിട്ട് കണക്കാക്കി ഇത് പരമാവധി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും. ഓണക്കാലത്തെ വിപണികളിലെ വില വർധനവ് നിയന്ത്രിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിൽ ഫെയർ നടത്തുന്നത്. ഫെയറിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു അധ്യക്ഷനായിരിക്കും. സപ്ലൈകോയുടെ ഓണം ഫെയറിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സിന്ധുമോൾ, ജയൻ, വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓണത്തിന് 2 ആഴ്ച മാത്രം ഉപ്പേരി വില കുതിക്കുന്നു. ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. ഉപ്പേരിയും സർക്കവരട്ടിയും ഓണത്തിന് മലയാളികളുടെ കീശ കാലിയാക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഓണത്തിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉപ്പേരി വില കുതിക്കുന്നു. ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. ഉപ്പേരിയും ശർക്കര വരട്ടിയും ഓണത്തിന് മലയാളികളുടെ കീശ കാലിയാക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഉപ്പേരി. ഉപ്പേരി ഇപ്പോഴത്തെ ഒരു ഉപ്പേരിയുടെ വില അനുസരിച്ച് മലയാളികൾക്ക് ഓണസദ്യയിൽ ഉപ്പേരി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് പണ്ടത്തെ പോലെ അല്ല. ഇപ്പം ഏകദേശം ഉപ്പേരിക്ക് കിലോയ്ക്ക് ഒരു 500 രൂപയിലും വില വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഒരു 300 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പം സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാൻ ഉപ്പേരി എങ്ങനെ അതിൽ ഉൾപ്പെടുത്താന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് 2 ആഴ്ച അവശേഷിക്കെ ഉപ്പേരി വില കുതിക്കുകയാണ്. ഓണക്കാലമെത്തിയാൽ വില ഇനിയും കൂടാനാണ് സാധ്യത. കായവില കൂടിയതോടെയാണ് ഉപ്പേരി വിലയും വർദ്ധിച്ചത്. ഒറ്റയാഴ്ചയിൽ 150 രൂപ വരെ വിലയേറി. കായ വറുത്തത് 470, ശർക്കര വരട്ടി നുറുക്കുപ്പേരി 500-നുമാണ് ചില്ലറ വിൽപ്പന. കഴിഞ്ഞയാഴ്ച വരെ ഉപ്പേരിയും ശർക്കര വരട്ടിയും 300 മുതൽ 350 രൂപയ്ക്കും നുറുക്ക് 350 മുതൽ 375 രൂപയ്ക്കും വിറ്റതാണ്. ഇനിയും വില ഉയരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കായവില ഒറ്റയടിക്ക് 20 രൂപ വരെ കൂടിയതാണ് പ്രശ്നം. നാടൻ കായ കിട്ടാനില്ല, വരവും കൃത്യമായി എത്തുന്നില്ല. മാർക്കറ്റുകളിലും ഏത്തക്കായ്ക്ക് ക്ഷാമമാണ്. കായവില ഒറ്റയാഴ്ച കൊണ്ട് കിലോ 60 മുതൽ 65 നിരക്കിലെത്തി. വില മുന്നോട്ടു തന്നെയാണ്. സർക്കാർ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ബോണസ് കിട്ടുന്നതോടെ വിപണിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ബേക്കറികൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിൽ കുടിൽ വ്യവസായമായും ഉപ്പേരി നിർമ്മിച്ച് വിൽപ്പനയുണ്ട്. മറുനാടൻ ഏത്തവരവ് കുറഞ്ഞു. മുൻകാലങ്ങളെ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ഏത്തക്കായ എത്തുന്നില്ല. ഓണത്തിന് പാകമാകുമെന്ന പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ നാട്ടിലെ
ജില്ലയിലെ കർഷകർക്ക് കനത്ത മഴ തിരിച്ചടിയായി. ഓണക്കുലകൾ ഒടിഞ്ഞതുകൂടാതെ വാഴത്തോട്ടം വെള്ളത്തിൽ മുങ്ങിയതോടെ കൃഷിയും നശിച്ചു. 2 ഘട്ടങ്ങളിലായി പെയ്ത തോരാമഴയിൽ നിരവധി വാഴത്തോട്ടങ്ങൾ കടപുഴകിയിരുന്നു. കഴിഞ്ഞ സീസണിൽ ചക്ക കുറവായിരുന്നു. അതിനാൽ ചക്ക വറുത്തതിന് 500 പിന്നിട്ടു. കഴിഞ്ഞ ഓണത്തിൽ 300 രൂപയായിരുന്ന ചക്ക ഉപ്പേരിയാണ് വിലയിലെ കേമൻ. ഓണവിഭവത്തിലെ പ്രഥമ സ്ഥാനീയരാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. എന്നാൽ ഈ വിലയിൽ ഇവയുടെ സ്ഥാനം നഷ്ടമാകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം സ്പെഷ്യൽ 40 ഇന വിഭവങ്ങളുമായി സുലഭ ടേസ്റ്റി ബൈറ്റ്സിന്റെ ലോഞ്ചിങ് സുലഭ ഡയറക്ടർ ബോർഡ് മെമ്പർ കുഞ്ഞുമോൻ മാടപ്പാട്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബെന്നി ജോസഫ്, ബ്രാഞ്ച് മാനേജർ എ അഗസ്റ്റിൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഷാജി ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് ഓണം സ്പെഷ്യൽ 40 ഇന വിഭവങ്ങളുമായി സുലഭ സ്പെഷ്യൽ ടേസ്റ്റി ബൈറ്റ്സിന്റെ ലോഞ്ചിങ് സുലഭ ഡയറക്ടർ ബോർഡ് അംഗം കുഞ്ഞുമോൻ മാടപ്പാട്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബെന്നി ജോസഫ്, ബ്രാഞ്ച് മാനേജർ അഗസ്റ്റിനെ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഷാജി ജോസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അപ്പോൾ നമ്മുടെ സുലഭയുടെ വളർച്ചയ്ക്കും പുതിയ ഏരിയയിലോട്ടുമായിട്ട് നമ്മൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പടിപടികളായിട്ട് ചെയർമാൻ്റെയും ബാക്കി ബോർഡ് മെമ്പേഴ്സിൻ്റെയും നിർദ്ദേശപ്രകാരം നമ്മളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഐറ്റംസ് ലോഞ്ച് ചെയ്യുന്നത് കൂട്ടത്തിൽ ഇത്തവണയും ഓണത്തിന് നമ്മൾ 30-ന് മുകളിലോട്ടുള്ള ഐറ്റംസ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതിനും വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മളിന്ന് സുലഭ സ്വന്തമായി 40ഓളം ഐറ്റങ്ങൾ ടേസ്റ്റി ബൈറ്റ് എന്ന പേരിൽ സുലഭയുടെ 5 സ്ഥാപനങ്ങളിൽ നമ്മളുടെ ഒരേ സമയത്ത് ഇതുപോലെ ലോഞ്ചിങ് നടക്കുക. ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം മുൻനിർത്തി പ്രവർത്തിച്ചു വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നല്ല നിലയിൽ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിയും അവരുടെ താല്പര്യവും മുൻനിർത്തി നല്ല നിലയിൽ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി നമ്മൾ പുതുതായി ടേസ്റ്റി ബൈറ്റ് എന്ന് പറയുന്ന ഐറ്റങ്ങൾ നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് രുചിയും ഗുണമേന്മയും വിലക്കുറവും വിശ്വസ്തതയും കൊണ്ട് തൊടുപുഴയുടെ മനസ്സ് കീഴടക്കിയ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കുമൊപ്പം സ്റ്റേഷനറി, ക്രോക്കറി, ഗിഫ്റ്റ്, ടോയ്സ്, ഫാൻസി ഗിഫ്റ്റ്, സ്കൂൾ ഓഫീസ് ഐറ്റംസ്, ഫ്രഷ് വെജിറ്റബിൾസ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നു. ഓണസദ്യ, പായസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാവിധ രുചിക്കൂട്ടുകളും കറിക്കൂട്ടുകളും, ഇൻസ്റ്റന്റ് പായസ കിറ്റുകൾ, ഓണസദ്യ കിറ്റുകൾ എന്നിവയും സുലഭയിൽ ഒരുക്കിയിരിക്കുന്നു. ഈ ഓണക്കാലം വ്യത്യസ്തമാക്കുവാൻ സുലഭയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. സുലഭ, സംതൃപ്തമായ ഓരോ പ്രഭാതത്തിനും സ്വാദിഷ്ടമായ രുചികളുമായി സുലഭ ഫുഡ് പ്രൊഡക്ട്സ്. മികച്ച ധാന്യങ്ങളിൽ നിന്നും കലർപ്പില്ലാതെ കൃത്യതയോടെ തയ്യാറാക്കുന്ന രുചിക്കൂട്ടുകളും പൊടിക്കൂട്ടുകളും. നമുക്കേറെ പ്രിയപ്പെട്ട പാലക്കാടൻ മട്ടയരിയും. പ്രീമിയം ക്വാളിറ്റി, മികവാർന്ന പാക്കിംഗ്. ഷോപ്പിംഗ് അവിസ്മരണീയമാക്കുവാൻ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയുമായി സുലഭ ഹൈപ്പർ മാർക്കറ്റ്, പാല, ഏറ്റുമാനൂർ, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ. KSRTC കട്ടപ്പന ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് കട്ടപ്പന ആലപ്പുഴ LS ഓർഡിനറി സർവീസിന് പുറപ്പുഴ കവലയിൽ പൊതുജനങ്ങൾ സ്വീകരണം നൽകി. സാമൂഹ്യ പ്രവർത്തകരായ MJ ജോൺസണും KK ബാലകൃഷ്ണപിള്ളയും ചേർന്ന് കണ്ടക്ടർ ജസ്റ്റിനെയും ഡ്രൈവറായ ഷിജുവിനെയും ഷാൾ അണിയിച്ചുകൊണ്ട് പുതിയ സർവീസിനെ സ്വീകരിച്ചു.
KSRTC കട്ടപ്പന ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച കട്ടപ്പന ആലപ്പുഴ LS ഓർഡിനറി സർവീസിന് പുറപ്പുഴ കവലയിൽ പൊതുജനങ്ങൾ സ്വീകരണം നൽകി. രാവിലെ 5:15 കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് 8:40 തൊടുപുഴയിൽ നിന്നും പുറപ്പെട്ട് 9 മണിക്ക് പുറപ്പുഴയിൽ എത്തിയപ്പോഴാണ് നാട്ടുകാരുടെയും പൗരപ്രമുഖരുടെയും നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ MJ ജോൺസണും KK ബാലകൃഷ്ണപിള്ളയും ചേർന്ന് കണ്ടക്ടർ ജസ്റ്റിനെയും ഡ്രൈവറായ ഷിജുവിനെയും ഷാൾ അണിയിച്ചുകൊണ്ട് പുതിയ സർവീസിനെ സ്വീകരിച്ചത്. 12:50 ആലപ്പുഴയിൽ നിന്നും തിരിക്കുന്ന സർവീസ് വൈകുന്നേരം 4 മണിക്ക് പുറപ്പുഴയിലെത്തും. സ്വീകരണത്തിന് PP അനിൽകുമാർ, രാജൻ പാനിപ്ര, V ബാബു, ജോസ് നിരപ്പത്ത്, സണ്ണി കവുങ്കൽ, MC അനിൽ, ജിയോ വീട്ടിയാങ്കൽ, ഷാജി രാമൻ, ബിജോ AS, VR അനിൽ, PG രാജേഷ്, ശെൽവരാജ് എന്നിവരും KSRTCയെ പ്രതിനിധീകരിച്ച് MN അനിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം നെല്ലിമറ്റം MBITS എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിച്ച MBA കോഴ്സിന്റെ ഉദ്ഘാടനം ലക്ഷദ്വീപ് വികസന കോർപ്പറേഷന്റെ സ്വതന്ത്ര ഡയറക്ടർ ഡോക്ടർ M ഫാസി നിർവഹിച്ചു. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം നെല്ലിമറ്റം MBITS എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിച്ച MBA കോഴ്സിന്റെ ഉദ്ഘാടനം ലക്ഷദ്വീപ് വികസന കോർപ്പറേഷന്റെ സ്വതന്ത്ര ഡയറക്ടർ ഡോക്ടർ M ഫാസി നിർവഹിച്ചു. മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. കേരള സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ അംഗീകാരത്തോടെയാണ് കോളേജിൽ MBA കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, സിസ്റ്റംസ്, ജനറൽ എന്നീ വിഭാഗങ്ങളിൽ ഇരട്ട സ്പെഷ്യലൈസേഷനോടുകൂടിയാണ് MBA കോഴ്സ് MBITSൽ നടത്തുന്നത്. 60 സീറ്റിലാണ് പ്രവേശനം നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ PI ബാബു, മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റി ഏലിയാസ് വർഗീസ്, കോളേജ് ട്രഷറർ റെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് സ്വാഗതവും MBA ഡയറക്ടർ ഡോക്ടർ കെംതോംസ് പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തകർപ്പൻ ഓണം ഓഫറുകളുമായി ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ അതിവിപുല ശേഖരവുമായി ആദംസ് J മാർട്ട് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോം അപ്ലയൻസ് വിപണന രംഗത്ത് ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസികളുള്ള വൈറ്റ് മാർട്ടുമായി ചേർന്നാണ് ആദംസ് J മാർട്ട് എക്സ്ക്ലൂസീവ് ഷോറൂം തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് തൊടുപുഴ ടൗൺ പള്ളി സഹവികാരി ഫാദർ സ്കറിയ മെതിപ്പാറയും ഉദ്ഘാടനം PJ ജോസഫ് MLAയും നിർവഹിച്ചു. തകർപ്പൻ ഓണം ഓഫറുകളുമായി ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ അതിവിപുല ശേഖരവുമായി ആദംസ് J മാർട്ട് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ വട്ടപ്പള്ളി സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹോം അപ്ലയൻസസ് വിപണന രംഗത്ത് ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസികളുള്ള വൈറ്റ് മാർട്ടുമായി ചേർന്നാണ് ആദംസ് J മാർട്ട് എക്സ്ക്ലൂസീവ് ഷോറൂം തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓഫറുകളുടെ പൂക്കാലത്ത് വൈറ്റ് മാർട്ട് ഒരുക്കുന്ന ഓണപ്പുലരി ഓണം ഓഫറുകളുടെ ഭാഗമായി നിരവധി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും എക്സ്ചേഞ്ച് ഓഫറുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം തൊടുപുഴ ടൗൺ ചർച്ച് സഹവികാരി ഫാദർ സ്കറിയ മെതിപ്പാറയും ഉദ്ഘാടനം PJ ജോസഫ് MLAയും നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണപ്പുലരി ഓണം ഓഫറുകളുടെ ഭാഗമായി 75 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 43%, 55 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 48%, 43 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 55%, 32 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 42% വരെ വൻപിച്ച വിലക്കുറവിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ബ്രാൻഡഡ് 1 ടൺ AC വാങ്ങുമ്പോൾ V-ഗാർഡ് സ്റ്റെബിലൈസർ സൗജന്യം. സിംഗിൾ ഡോർ, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകൾക്ക് 30 മുതൽ 44% വരെ വിലക്കുറവും ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾക്കൊപ്പം അയൺ ബോക്സ് സൗജന്യം. ചിമ്മിനി ഹബ് വാങ്ങുമ്പോൾ 3 ജാർ മിക്സർ ഗ്രൈൻഡറും ഇൻവെർട്ടർ, ബാറ്ററി എന്നിവ വാങ്ങുമ്പോൾ ഇലക്ട്രിക് കെറ്റിലും 5 ലിറ്റർ പ്രഷർ കുക്കറിനൊപ്പം 3 ലിറ്റർ കുക്കർ സൗജന്യമായും ലഭിക്കുന്നു. മികച്ച ഫിനാൻസ് സ്കീമുകൾക്കൊപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ഓഫേഴ്സാണ് നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 2990 തൊട്ട് നമുക്ക് AFIS അവൈലബിൾ ആണ്, 1500 തൊട്ട് മിക്സി അവൈലബിൾ ആണ്. ഇപ്പോൾ TV നോക്കുകയാണെങ്കിൽ 6990 തൊട്ട് നമുക്ക് TVs അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് വമ്പിച്ചൊരു ഓഫേഴ്സ് തന്നെ നമ്മൾ വൈറ്റ് മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇനോഗ്രേഷൻ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വൈഡ് വെറൈറ്റീസ് ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. പ്രോഗ്രാമിലേക്ക് വന്ന് നമ്മളോട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമ്മുടെ MLA ഉദ്ഘാടനം നിർവഹിച്ച MLA PJ ജോസഫ് സാറിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ, വാർഡ് കൗൺസിലർ, മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റ്, ഭാരവാഹികൾ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു.
വൈറ്റ് മാർട്ട് ഗ്രൂപ്പിൻ്റെ എല്ലാ വൈസ് പ്രസിഡന്റ്, ബാക്കി സ്റ്റാഫ് അംഗങ്ങൾ, മാനേജേഴ്സ്, ഇവിടെ നാട്ടുകാരായ തൊടുപുഴയിലെ നിലവിലായ നാട്ടുകാരായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തൊടുപുഴയെ തൊട്ടുനിർത്താൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസി ഷോറൂമുകളുള്ള വൈറ്റ് മാർട്ടും ആഡംസ് ജെ മാർട്ടും കൈകോർക്കുന്നു. ഏവർക്കും സ്വാഗതം. ഓഫറുകളുടെ പൂക്കാലത്ത് വൈറ്റ് മാർട്ട് ഒരുക്കുന്നു ഓണപ്പുലരി ഓണം ഓഫർ. 75 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 43%, 55 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 48%, 43 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 55%, 32 ഇഞ്ച് സ്മാർട്ട് LED TV വാങ്ങുമ്പോൾ 42% വരെയും വമ്പിച്ച ഓഫറുകൾ വൈറ്റ് മാർട്ട് നൽകുന്നു. ബ്രാൻഡഡ് 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടർ AC വാങ്ങുമ്പോൾ V-ഗാർഡ് സ്റ്റെബിലൈസർ തികച്ചും സൗജന്യം. സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകൾക്ക് 33, 30, 44% വരെ ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നു. ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ വാങ്ങുമ്പോൾ അയൺ ബോക്സ് തികച്ചും സൗജന്യം. ചിമിനി ഹബ് വാങ്ങുമ്പോൾ സമാനമായി പ്രീതി ജാർ മിക്സർ, ഗ്രൈൻഡർ നേടാം. ഇൻവെർട്ടർ, ബാറ്ററി എന്നിവ വാങ്ങുമ്പോൾ ഇലക്ട്രിക് കെറ്റിൽ സൗജന്യമായി ലഭിക്കുന്നു. 5 ലിറ്റർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ കുക്കർ സൗജന്യം. ഫിനാൻസ് സ്കീമുകൾക്ക് പുറമെ എക്സ്ചേഞ്ച് ഓഫർ, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫർ എന്നിവ വൈറ്റ് മാർട്ട് നൽകുന്നു. വൈറ്റ് മാർട്ട്, ആഡംസ് ജെ മാർട്ട്, വട്ടാപ്പിള്ളി സ്ക്വയർ, തൊടുപുഴ. വയനാടിന്റെ വേദനയിൽ പങ്കുചേരാനും ദുരിതബാധിതരെ സഹായിക്കാനും പൂക്കൃഷിയുമായി വിദ്യാർത്ഥികൾ. ഓണാഘോഷം വേണ്ടെന്ന് വെച്ച സാഹചര്യത്തിലാണ് വയനാടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ആലോചിച്ചത്. പ്രോഗ്രാം ഓഫീസർ N ആനന്ദും മുൻ ചുമതലക്കാരൻ ഷൈനോജുമാണ് NSS യൂണിറ്റിന്റെ പൂക്കൃഷി വിശാലമാക്കാമെന്ന ആശയം മുന്നോട്ട് വച്ചത്. അതിനെ കുട്ടികൾ ഏറ്റെടുത്തോടെ കാര്യങ്ങൾ ഉഷാറായി. വയനാടിന്റെ വേദനയിൽ പങ്കുചേരാനും ദുരിതബാധിതരെ സഹായിക്കാനും പൂക്കൃഷിയുമായി വിദ്യാർത്ഥികൾ. ഓണാഘോഷം വേണ്ടെന്ന് വെച്ച സാഹചര്യത്തിലാണ് വയനാടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ആലോചിച്ചത്. പ്രോഗ്രാം ഓഫീസർ N ആനന്ദും മുൻ ചുമതലക്കാരൻ ഷൈനോജുമാണ് NSS യൂണിറ്റിന്റെ പൂക്കൃഷി വിശാലമാക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിനെ കുട്ടികൾ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ ഉഷാറായി. കുടയത്തൂർ കൃഷി ഓഫീസറെ ബന്ധപ്പെട്ട് കൃഷി ഇറക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശവും തേടി.
സ്കൂളിന്റെ 3 സെന്റോളം സ്ഥലത്ത് കുട്ടികൾ പൂക്കൃഷി ചെയ്തു. 100-ലേറെ ബന്ദിച്ചെടികളാണ് നട്ടത്. ആദ്യ വിളവെടുപ്പിന് തന്നെ വലിയ ആവേശമായിരുന്നു. കിട്ടിയ പൂവുകൾ കൂടയിലാക്കി കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങി. വാഹനങ്ങളിൽ വന്നവരെ കൈ കാണിച്ചു നിർത്തി കാര്യം പറഞ്ഞു. അവരെല്ലാം പങ്കുചേർന്നു. 2200 രൂപ വരെ ലഭിച്ചു. രണ്ടാമത്തെ വിളവെടുപ്പ് അത്തം നാളിലുണ്ടാകും. അതിൽ കൂടുതൽ പണം ലഭിക്കുമെന്നാണ് കുട്ടികൾ കരുതുന്നത്. മൂന്നാമതും വിളവെടുപ്പുണ്ടാകും. ഈ കൃഷിയിലൂടെ എത്ര രൂപ ലഭിച്ചാലും അത് വയനാടിനാണെന്ന് പ്രോഗ്രാം ഓഫീസർ N. ആനന്ദ് പറയുകയുണ്ടായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രശേഖരപിള്ള നിർവഹിച്ചു. പ്രിൻസിപ്പൽ ജിസ് പൊന്നൂസ് ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊടിയത്തൂർ. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള വെൺമണി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് ശാപമോക്ഷം. കെട്ടിട നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. കുടിയേറ്റ ചരിത്രം ഉറങ്ങുന്ന വെൺമണിക്ക് തിലകക്കുറിയായി 1980-ലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കാലപ്പഴക്കത്താൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നനഞ്ഞൊലിച്ച് നിലം പൊത്താറായ അവസ്ഥയിലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. വെൺമണി ഗ്രാമത്തില് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളമായി ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം വളരെ ശോചനീയാവസ്ഥ നിറഞ്ഞ ഒരവസ്ഥയിലെത്തിയപ്പോൾ വളരെ പല രാഷ്ട്രീയ പ്രതിനിധികളെയും കാണുകയും മറ്റ് ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പലയിടത്തും നമ്മൾ പോവുകയൊക്കെ ചെയ്യുകയുണ്ടായി. അവസാനം ഇതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെൺമണി യൂണിറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണം നടത്താൻ തീരുമാനിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളോടും വ്യാപാരി സുഹൃത്തുക്കളും എല്ലാം ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ നേതൃത്വം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്ന് ഏതാണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് നല്ല രീതിയിൽ പോസ്റ്റ് ഓഫീസ് വെൺമണിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി 30 ദിവസത്തിനുള്ളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകും പരിപാടികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ ആലക്കൽ, മറ്റ് ഭാരവാഹികളായ നിതിൻ കുറുന്തോട്ടത്തിൽ, സനീഷ് പുതുപ്പറമ്പിൽ, കണ്ണൻ നീലിക്കുന്നേൽ, സന്തോഷ് പുതുപ്പറമ്പിൽ, ജിൻസ് മുത്തനാട്ട്, സാബു ഇടപ്പാടി, പോസ്റ്റ് മാസ്റ്റർ റംസീന നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്യാപാര സ്ഥാപന നാമധേയങ്ങൾ കാലത്തിനൊത്ത് മോഡേണായി മാറുമ്പോഴും പ്രത്യേകിച്ച് പേരില്ലാതെ പ്രവർത്തിച്ചിരുന്ന പച്ചക്കറി കടയ്ക്ക് വിളിപ്പേര് കടയുടെ പേരാക്കിയ ഒരു പച്ചക്കറി കടയുണ്ട് വണ്ടിപ്പെരിയാറിൽ. അതാണ് കുട്ടൻ്റെ കട എന്ന പച്ചക്കറി വ്യാപാര സ്ഥാപനം. വണ്ടിപ്പെരിയാർ പുതിയ പാലം നിർമ്മാണ ഘട്ടത്തിൽ തൻ്റെ വ്യാപാര സ്ഥാപനം നാടിൻ്റെ വികസനത്തിനായി മാറ്റി സ്ഥാപിച്ച ശേഷം പഞ്ചായത്തിൻ്റെ സ്റ്റാളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ പഴയ വിളിപ്പേര് പച്ചക്കറി കടയ്ക്ക് നൽകിയതോടെ വീണ്ടും ജനപ്രിയമാവുന്നത്. കഴിഞ്ഞ 25 വർഷമായി വണ്ടിപ്പെരിയാറുകാരുടെ പ്രിയങ്കരനായി മാറിയ കുട്ടൻ്റെ കടയുടെ വിശേഷങ്ങളുമായി BBC ന്യൂസ് ഒരുക്കിയ പച്ചക്കറി വിപണന കാഴ്ചകൾ. ഈ കാലഘട്ടത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പേരുകൾ ട്രെൻഡിനൊപ്പം നാമകരണം ചെയ്യുമ്പോഴും ഉടമയുടെ പേരിൽ വിളിപ്പേരുണ്ടായിരുന്ന ഒരു പച്ചക്കറിക്കടയുണ്ട് ഇങ്ങ് വണ്ടിപ്പെരിയാറിൽ. അതാണ് ഇപ്പോൾ കുട്ടൻ്റെ കട എന്ന് നാമകരണം ചെയ്ത് നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച പച്ചക്കറി വിപണന രംഗത്തെ വണ്ടിപ്പെരിയാറുകാരുടെ പ്രിയപ്പെട്ട സ്ഥാപനം. പച്ചക്കറി വ്യാപാര രംഗത്ത് 20 വർഷക്കാലത്തോളം പഴക്കമുള്ള കുട്ടൻ്റെ കട ആദ്യം പ്രവർത്തിച്ചിരുന്നത് ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപമായിരുന്നു. തുടർന്ന് 2014 വണ്ടിപ്പെരിയാറിൽ പുതിയ പാലം നിർമ്മാണത്തിനായി ഈ സ്ഥാപനം പൊളിച്ച് നീക്കുന്നതിനായി വിട്ടുനൽകുകയും പിന്നീട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ പശ്ചിമല ജംഗ്ഷനിലെ സ്റ്റാളിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയുമായിരുന്നു. ഇതാണ് ഇപ്പോൾ ടൗണിൽ തന്നെ വിളിപ്പേരായ കുട്ടൻ്റെ കട എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി, കമ്പം, ഗൂഡല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഫാമുകളിൽ നിന്നും പാട്ടത്തിനെടുത്ത കരാറുകാരിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന എല്ലാവിധ പച്ചക്കറികളും കുട്ടൻ്റെ കടയിൽ ലഭ്യമാണ്.
ഗുണനിലവാരത്തിലും വിലക്കുറവിലും ലഭിക്കുന്ന പച്ചക്കറികൾ കഴിഞ്ഞ 22 വർഷക്കാലമായി കുട്ടന്റെ കടയിൽ നിന്നും വാങ്ങി വരുന്നതായി സ്ഥിരം ഉപഭോക്താവായ ബാഹുലയൻ പറയുന്നു. 22 വർഷമായിട്ട് നമുക്ക് കുട്ടനറിയാം. കുട്ടൻ്റെ കടയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ. അത് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ചില വിലക്കുറവുമുണ്ട് ഇവിടെ. ഞങ്ങളുടെ അനുഭവം വെച്ച് പറയാം. അതുപോലെ തന്നെ പാടത്തിൻ്റെ അക്കരെ ഇക്കരെ വ്യാപക വ്യത്യാസമുണ്ട്. ഓരോ സാധനത്തിനും വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ കുട്ടൻ്റെ കട വന്ന സാധനങ്ങൾ വാങ്ങാറ്. വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തുന്നവർക്ക് പച്ചക്കറികൾക്കൊപ്പം ഉണക്കമീൻ, കപ്പ, മുട്ട തുടങ്ങിയവയും ഇവിടെ നിന്നും വാങ്ങി മടങ്ങുവാൻ സാധിക്കുന്നു. 2 ജീവനക്കാർക്കൊപ്പം ജ്യേഷ്ഠാനുജന്മാരും സ്ഥാപനത്തിലെത്തുന്നവർക്ക് സേവന സന്നദ്ധരായി മാറുമ്പോൾ കുട്ടൻ്റെ കട എന്ന പച്ചക്കറി വ്യാപാര കേന്ദ്രമാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ ടൗണിലെ ട്രെൻഡായി മാറിയിരിക്കുന്നത്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. തൊടുപുഴ റോട്ടറി ക്ലബിൻ്റെയും തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിൻ്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചന്ദനം, മലവേപ്പ് കൃഷിയുടെ തൈ, നടീൽ, പരിപാലനം, വിപണനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കർഷക സെമിനാറും കർഷക സംഗമവും നടത്തി. മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ EB ഷാജുമോൻ കർഷക സംഗമവും സെമിനാറും ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെയും തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റോട്ടറി ക്ലബ് ഹാളിൽ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ചന്ദനം, മലവേപ്പ് കൃഷിയുടെ തൈനടിയിൽ, പരിപാലനം, വിപണനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കർഷക സെമിനാറും കർഷക സംഗമവും നടന്നു. മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജുമോൻ EB കർഷക സംഗമവും സെമിനാറും ഉദ്ഘാടനം ചെയ്തു. ഒന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനൊരു ആദായം ലഭിക്കും. അതോടൊപ്പം തന്നെ നല്ല വിലയും കിട്ടും. അപ്പോൾ അതാണ് മലവേപ്പിന്റെ പൊതുവായിട്ടുള്ള ഒരു എന്തുകൊണ്ട് നമ്മൾ മലവേപ്പ് കൃഷി നടത്തണം എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 3-4 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഇതിന്റെ കൃഷി രീതി എങ്ങനെയാണ്, എത്ര അകലത്തിൽ ഇത് നടാം എന്നുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ ഡിബേറ്റുകളൊക്കെ നടത്താറുണ്ട്. പൊതുവെ 6 അടിക്ക് നടാം, 8 അടിക്ക് നടാം, അതുപോലെ 12 അടിക്ക് നടണം, 15 അടിക്ക് നടണം എന്നുള്ള രീതിക്കെല്ലാം ചർച്ചകൾ നടത്തുന്നു. അതിന്റെ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഒന്ന്, മലവേപ്പ് നട്ടിട്ട് 1 വർഷം കൊണ്ട് 25 അടി പൊക്കം വയ്ക്കുക. ഏറ്റവും 20-25 അടി ഉറപ്പായിട്ടും ഇത് ഹൈറ്റ് വയ്ക്കും. തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മലവേപ്പ് കൃഷിയെക്കുറിച്ച് മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി അസിസ്റ്റന്റ് പ്രൊഫസർ ജിയോ കുര്യനും ചന്ദനത്തെക്കുറിച്ച് റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ AT തോമസും സിജോ ജോസഫും ക്ലാസുകൾ നയിച്ചു. മികച്ച ചന്ദന കർഷകനെ യോഗത്തിൽ ആദരിച്ചു. തടികളുടെ വിലകളെ സംബന്ധിച്ച് പ്ലൈവുഡ് കമ്പനി ഉടമകളായ പരീക്കുട്ടിയും അന്ത്രുവും സംഗമത്തിൽ പങ്കെടുത്ത് കർഷകർക്കായി വിശദീകരിച്ചു. റോട്ടറി ക്ലബ് സെക്രട്ടറി ബെന്നി ഇല്ലിമൂട്ടിൽ, തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയൻ, വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര, കിസാൻ സർവീസ് സൊസൈറ്റി സെക്രട്ടറി രാജീവ് പാടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് ഫ്രണ്ട് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അബു ജോൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം ഫെയർ സെപ്റ്റംബർ 6 മുതൽ 14 വരെ തൊടുപുഴ ഗാന്ധി സ്ക്വയർ പഴയ മുനിസിപ്പൽ മൈതാനിയിൽ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണത്തിന് 2 ആഴ്ച മാത്രം. ഉപ്പേരി വില കുതിക്കുന്നു. ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം. തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം സ്പെഷ്യൽ 40 ദിന വിഭവങ്ങളുമായി സുലഭ ടേസ്റ്റി ബൈറ്റ്സിന്റെ ലോഞ്ചിങ് സുലഭ ഡയറക്ടർ ബോർഡ് മെമ്പർ കുഞ്ഞുമോൻ മാടപ്പാട്ട് നിർവഹിച്ചു. തകർപ്പൻ ഓണം ഓഫറുകളുമായി ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ അതിവിപുല ശേഖരവുമായി ആദംസ് ജെ മാർട്ട് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.